ഗുഡ് മോർണിംഗ് ഓൾ. എന്റെ പേര് ജോബി മാർക്കോസ്. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 14 മെയ് 2025 ബുധനാഴ്ച. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിനെ പറ്റി ഒരു വിശകലനം നമുക്ക് നടത്താം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് എല്ലാം കണ്ടു. നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. നമുക്ക് മിനിഞ്ഞാത്തെ മാർക്കറ്റ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, മിനിഞ്ഞാന്ന് 900 പോയിന്റോളം നിഫ്റ്റി ഒരു റാലി നടത്തിയതിനു ശേഷം ഇന്നലെ നമുക്ക് മാർക്കറ്റിൽ ഏകദേശം നിഫ്റ്റി ഒരു 346 പോയിന്റിന്റെ നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനൊക്കെ കാരണം നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം നിഫ്റ്റി തന്നെ 346 പോയിന്റ്, അതായത് 1.3% ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 442 പോയിന്റ്, അതായത് 0.8% നെഗറ്റീവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ 1281 പോയിന്റ്, അതായത് 1.5% നെഗറ്റീവാണ് ഇന്നലെ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ എല്ലാ സ്റ്റോക്കുകളുടെയും ലാർജ് ക്യാപ്പ്, പ്രത്യേകിച്ച് ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ എത്തിയതിന്റെ ബേസിലാണ് ഇന്നലെ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ആ ഒരു ബുക്കിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങളുടെ സ്റ്റോക്കുകളിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പ്രത്യേകിച്ച് ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങളിൽ പലരും ആ സ്റ്റോക്കുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവും, ചിലർ ബുക്ക് ചെയ്യാതിരുന്നവരുണ്ടാവും. അപ്പം നല്ല രീതിയിൽ മാർക്കറ്റിനെ അറിയാവുന്നവര്, മാർക്കറ്റ് കണ്ടീഷൻ മനസ്സിലാക്കുന്നവരൊക്കെ ഇന്നലത്തെ ദിവസം മാർക്കറ്റിൽ ആ ഒരു പ്രോഫിറ്റ് അവർ ബുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ ഓരോരുത്തരുടെ വ്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, FISന്റെ ഭാഗത്തുനിന്ന്, അതേപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, ഇൻഡെക്സ് ഓപ്ഷനിൽ നമുക്കൊരു മൈൽഡ് ബുള്ളിഷ്നെസ് അല്ലെങ്കിൽ ഒരു ചെറിയ തോതിലുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് നമുക്ക് FISന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ പ്രൊപ്പറേറ്ററി ഫേംസ്, അഥവാ നമുക്ക് DIS എന്നൊക്കെ പറയാം, ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡൊമസ്റ്റിക്കിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അതേപോലെ തന്നെ ഇൻഡെക്സ് ഓപ്ഷനിലൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ബിയറിഷ്നെസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ക്ലയൻസ്, അതായത് റീറ്റെയിലേഴ്സ്, നമ്മളെ പോലുള്ള സാധാരണക്കാരെ പറ്റിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ തോതിലുള്ള ഒരു ബിയറിഷ്നെസ് ആണ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. അഥവാ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആയിട്ടാണ് നമുക്ക് ടോട്ടൽ ഓവറോൾ ഒരു ഓവർവ്യൂ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ക്ലയൻസ്, അതായത് റീറ്റെയിലേഴ്സ്, നമ്മളെ പോലുള്ള സാധാരണക്കാരെ പറ്റിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ തോതിലുള്ള ഒരു ബിയറിഷ്നെസ് ആണ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. അഥവാ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആയിട്ടാണ് നമുക്ക് ടോട്ടൽ ഓവറോൾ ഒരു ഓവർവ്യൂ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇന്നലത്തെ ഏറ്റവും കൂടുതൽ സെക്ടർ വൈസ് ഉള്ള പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തത് മീഡിയ സെക്ടർ ആണ്. അതിനുശേഷം PSU ബാങ്ക്സ്, അതേപോലെ തന്നെ ഫാർമ സെക്ടർ. ഏകദേശം മീഡിയ സെക്ടർ ഇന്നലെ 1.6% ഒരു ഹൈക്കാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു നെഗറ്റീവ് കാണിച്ചാൽ പോലും മീഡിയ സെക്ടേഴ്സ് പോസിറ്റീവ് ട്രെൻഡിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ന് പല സെക്ടേഴ്സും നെഗറ്റീവില് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ FMCG സെക്ടർ, നമുക്കറിയാം കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് FMCG സെക്ടർ ഒക്കെ നല്ല രീതിയിലുള്ള ഒരു റാലി നടത്തിയതായിരുന്നു. അപ്പം ആ റാലിയുടെ ബേസിൽ ഇന്നലെയാണ് അതിൽ വൻതോതിലുള്ള ഒരു ബുക്കിംഗ് നടന്നിട്ടുള്ളത്. ഏകദേശം 1.34% ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആണ് ഇന്നലെ FMCG സെക്ടർ രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഫിനാൻഷ്യൽ സർവീസ് ഏകദേശം 1.9%, അതേപോലെ തന്നെ ഓട്ടോ സെക്ടർ 1% നെഗറ്റീവും. ഇതാണ് നമ്മുടെ സെക്ടർ വൈസ് പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ BSE ലിമിറ്റഡിന്റെ അണ്ടറിൽ ഇന്നലെ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളിലേക്ക് ഒരു ഓവർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 lakh കോറിന്റെ ഡിഡക്ഷൻ ആണ് ഇന്നലെ വന്നിട്ടുള്ളത്. ഏകദേശം 432.56 ലക്ഷം കോടിയുടെ വാല്യൂവിൽ നിന്ന്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ നിന്ന് 431 കോടിയിലേക്ക് അത് ഇന്നലെ എത്തിയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം കാരണം നമുക്ക് കാണാൻ സാധിക്കും കുറെ പേര് അതിന്റെ പ്രോഫിറ്റ് ബുക്കിംഗ് എടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ബേസിലായിട്ടാണ് നമുക്ക് ഇത്ര വൻതോതിലുള്ള ഒരു ഡിഡക്ഷൻ നമുക്ക് BSE ലിമിറ്റഡിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ചില കമ്പനീസ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ BSE 5 rupees per ഷെയർ, അതേപോലെ തന്നെ സിസ്റ്റംസ് ഇന്റർനാഷണൽ 6 rupees per ഷെയർ, അതേപോലെ തന്നെ ഫോസിക്കോ 25 rupees per ഷെയർ. ഇത്രയാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ച കമ്പനീസ്. ഇനിയിപ്പോ നമ്മളൊരു കൊമോഡിറ്റി മാർക്കറ്റ് ഉള്ള അതേപോലെ തന്നെ ഒരു ഗോൾഡിനെ പറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ഗോൾഡൊക്കെ ഓൾ ടൈം ഹൈയിൽ നിന്നും നേരിയ തോതിലുള്ള ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം വാർ അവസാനിച്ചു. സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ബുള്ളിഷ്നെസ് കാണിച്ചു.
അപ്പൊ നമുക്ക് ഗോൾഡ് പ്രൈസിലൊക്കെ നമുക്ക് നേരിയ തോതിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്നും കൂടെ ചിന്തിക്കുക, ഓൾ ടൈം ഹൈയിൽ നിന്ന് നിൽക്കുന്ന ഈ ഗോൾഡ് കാര്യങ്ങളൊക്കെ ഇനിയിപ്പം ഈ പെട്ടെന്നുള്ള ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവര് ഒരു ഉചിതമായ ഒരു തീരുമാനം എടുക്കുക. അതേപോലെ തന്നെ ഇന്ന് പല കമ്പനീസിന്റെയും Q4 റിസൾട്ട് വരുന്നുണ്ട്. അതായത് ടോറന്റ് പവർ, ബർജർ പെയിന്റ്സ്, ടാറ്റ പവർ, ജുബിലന്റ് ഫുഡ്സ്, മുത്തൂറ്റ് ഫിൻ, ലൂപിൻ, ഏഷ്യർ മോട്ടോഴ്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ, അപ്പോളോ ടയർസ്, ശ്രീ സിമെന്റ്, ഇത്ര കമ്പനീസിന്റെ Q4 റിസൾട്ട് ആണ് വരുന്നത്. ഈ കമ്പനീസിലൊക്കെ ട്രേഡ് ചെയ്യുന്നവര് വളരെ സൂക്ഷിക്കുക. നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഈ കമ്പനികളിൽ ഇന്നത്തെ ദിവസം വരുന്നതായിരിക്കും. അതേപോലെ തന്നെ റിസൾട്ട് പബ്ലിഷ് ആവുന്നതോടുകൂടി തന്നെ വൻതോതിലുള്ള ഒരു മാറ്റങ്ങൾ ഈ ഒരു കമ്പനീസിന്റെ ഷെയർ പ്രൈസിൽ വരുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ ഇറങ്ങിയൊക്കെ നിൽക്കാൻ നേരത്ത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ഓവർ റിസ്ക് എടുക്കാതെ ചെറിയ രീതിയിലുള്ള റിസ്ക് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ആണിത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, ജോബി മാർക്കോസ്.